ഹലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മീൻ കറി തയ്യാറാക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. മസാല കറി പോലത്തെ കറിയാണ് വെക്കുന്നത്. അപ്പോൾ മീൻ ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട്, മുരിഞ്ഞ് വരുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. ചിലപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കും പാടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെളിച്ചെണ്ണയ്ക്ക് എണ്ണയ്ക്ക് ഓയിലിനൊക്കെ ഇതുപോലെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപ്പും മുളകൊക്കെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സ്വർക്ക ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ സ്വർക്ക ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് നമുക്ക് മീനൊക്കെ വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓയിൽ നമുക്ക് ചേർത്താൽ മതി ഇപ്പോൾ ചട്ടിയിൽ. അപ്പോൾ ചേർക്കുന്ന എണ്ണ തന്നെ മതി. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് ഓയിൽ തന്നെ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതാക്കിയിട്ട് പിന്നെ അത് മൂടി വെച്ചിട്ട് അതേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ കണ്ടത് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുരിഞ്ഞ് വന്നത് നമുക്കൊന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എത്ര ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തെരിക്കോളം ഓയിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഓയിൽ തന്നെ കിടന്നിട്ടാണ് അടുത്ത മീനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ തെരിക്കോളം ഓയിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാണ്ട് അടുത്തതും കൂടി ഫ്രൈ ചെയ്യണം. ഇത് അടുത്തത് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവിക്കുള്ള ഒരു സവാളേനെ മുഴുവൻ സവാള മുഴുവനും ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടെങ്കിൽ സവാള മുഴുവൻ ഞാൻ ഇടുന്നുണ്ട്. സവാള മുഴുവൻ വഴറ്റിയെടുക്കുന്നത് ഇല്ലാണ്ട് ഈ ഓയിലിൽ തന്നെ മാത്രം ഞാൻ ഈ ഉള്ള സവാള മുഴുവൻ ഞാൻ വഴറ്റിയെടുക്കുന്നത്. ഈ ചെറിയ തെരിക്കോളം ഓയിലിൽ തന്നെയാണ് ഞാൻ ഈ സവാള മുഴുവൻ വഴറ്റിയെടുക്കുന്നത്. എന്നെപ്പോലെ ഇതുപോലെ പിത്തസഞ്ചി ശർക്കര ചെയ്തുമായിരിക്കും പിത്തസഞ്ചി ഉള്ളവർക്കും ഇതുപോലൊക്കെ കുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. അപ്പോൾ അടുത്ത് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി തക്കാളി നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി നല്ലോണം വഴറ്റിയെടുക്കുക. മൂടി വെക്കാം കേട്ടോ. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കേട്ടോ എല്ലാം കൂടെ കൂട്ടി അരച്ചതാണ്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി മിക്സ് ചെയ്ത് അരച്ചതാണ് കേട്ടോ. ഇതെല്ലാം അരച്ച് ഇതിനകത്ത് ഇടാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുന്നിട്ട് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഇതിനകത്ത് ചേരുവകളൊക്കെ ചേർക്കാം കേട്ടോ. അടുത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഒരു ചെറിയൊരു ടീസ്പൂണാണ്. അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാനുള്ളൂ. കാരണം വെച്ചാൽ അധികം എരിവ് വേണ്ട. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് തെരിക്കോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അടുത്ത ഇതാണ് കേട്ടോ ഗരം മസാലയാണ്. ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് അത്യാവശ്യം എത്രയാണ് നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂണൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു ഇതിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അടുത്ത ചിക്കൻ മസാല കേട്ടോ. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർക്കണില്ല. എനിക്ക് അധികം മസാലയുടെ കുത്ത് അങ്ങനെ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ മസാല ഒഴിച്ച് കൊടുത്തു. ചിക്കൻ മസാല അങ്ങനെയൊക്കെയാണ്. ഇത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒരു മൂടിയാണ് ഒഴിച്ച് കൊടുത്തത്. അത് നമുക്കൊരു ചെറിയൊരു പുളിപ്പിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് തെരിക്കോളം മാത്രം ഒരു മൂടി ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ചെറിയൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. ബാക്കിയെല്ലാം മസാലയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഓരോ അത്യാവശ്യത്തിന് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത്യാവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. കുറേ വെള്ളമൊന്നും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. തെരിക്കോളം വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ എന്തോരം ചാറാണ് ഇപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേ മസാല പോലെയൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വെള്ളം ഉപയോഗിച്ചാൽ മതി. നമുക്ക് എന്തോരം ചാറ് വേണം അത്രയും ചാറിനനുസരിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഒരു ടേബിൾ സ്പൂൺ ഒരു ചെറിയ ടീസ്പൂണാണ് ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ കുറച്ചൊക്കെ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് മീൻ വറുത്തത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നെ മീൻ വറുത്തത് പറക്കി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഗ്രേവി നന്നായിട്ട് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. അധികം ചാറൊന്നുമില്ലാണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഉള്ളൊരു മസാലയാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കും. ഞാനിപ്പോൾ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിക്കണം. ബിരിയാണിയുടെ കൂടെ കേട്ടോ ഈ മസാലയുടെ കൂട്ടി കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഫിഷ് മസാലയും ബിരിയാണി.